ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഷീമീസ് കുക്ക് ബുക്കിലേക്ക് സ്വാഗതം. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 കൂൾ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്ത് തരുന്നത്. നല്ല ചൂട് കാലമല്ലേ, അതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വാട്ടർ മെലൺ കൊണ്ടുള്ള ഒരു ലൈമും അതുപോലെ വാട്ടർ മെലൻ്റെ ഒരു മൊജിറ്റോയുമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു വാട്ടർ മെലൻ്റെ ഒരു ഹാഫ് പോർഷൻ മതിയാകും. അതും 2ആയിട്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ ഹാഫ് വെച്ച് നമുക്ക് രണ്ടും ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് വാട്ടർ മെലൻ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് നോർമലി വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മഡ്ലർ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വാട്ടർ മെലനും അതുപോലെ 2-3 പുതിനയുടെ ഇലയും ഒരു ഹാഫ് ലെമണും കൂടി സ്ക്യൂസ് ചെയ്തിട്ടിട്ട് അത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മഡ്ൽ ചെയ്ത് കൊടുക്കണം. അന്നേരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്പ്രൈറ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള സോഡയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ 2 മെത്തേഡായിട്ട് ചെയ്യാം. വാട്ടർ മെലനും അതുപോലെ സ്പ്രൈറ്റ് ഇട്ടും ചെയ്യാം. അതുപോലെ പ്ലെയിൻ സോഡയിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ടാലും ഇതേപോലെ മൊജിറ്റോ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം വീണ്ടും ഞാൻ അടുത്തൊരു ഗ്ലാസ്സും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു സ്പ്രൈറ്റ് വെച്ച് നമുക്ക് നല്ലൊരു വലിയൊരു ഗ്ലാസ്സിൽ തന്നെ 2 മൊജിറ്റോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ മെലൻ്റെ മൊജിറ്റോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോഴത്തേക്കും എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം അറിയിക്കണേ. ഇനി നമുക്ക് അടുത്തൊരു ചെറിയൊരു ഡ്രിങ്കും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ആദ്യമേ നമ്മൾ കസ്കസ് ഉണ്ടല്ലോ, കസ്കസ് ഒരു സ്പൂൺ എടുത്തിട്ട് അത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് 10 മിനിറ്റ് ഇങ്ങനെ കുതിർക്കാൻ വെക്കാം. അതിലേക്ക് ഒരു പകുതി ഞാൻ പറഞ്ഞില്ലേ പോർഷൻ വാട്ടർ മെലൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ വാട്ടർ മെലനും 2-3 ഇതള് പുതിനയിലയും പാകത്തിന് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഹാഫ് ലെമണും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വളരെ ചെറിയ പീസുകളാക്കി കുറച്ച് വാട്ടർ മെലൻ കട്ട് ചെയ്തത് എടുക്കണം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് അത്യാവശ്യം നല്ല തണുപ്പിന് കുറച്ച് ഐസ് ക്യൂബും അതുപോലെ കട്ട് ചെയ്ത വാട്ടർ മെലനും കസ്കസും അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുത്ത ആ വാട്ടർ ഉണ്ടല്ലോ, വാട്ടർ മെലൻ്റെ ജ്യൂസ്, അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുടിക്കാവൂ. പുറത്തുനിന്നൊക്കെ ചൂടെടുത്ത് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഡ്രിങ്ക്സൊക്കെ ഹസ്ബൻഡിനോ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമാകും. അത്രയ്ക്കും ചൂടാണ് നമ്മളുടെ പുറത്ത് ഇപ്പോൾ വേനൽക്കാലത്തേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വാട്ടർ മെലൻ ഡയറക്റ്റായിട്ടും കഴിക്കാം. അതുപോലെ ഇതേപോലെയുള്ള ജ്യൂസുകളായിട്ടും ലൈമൊക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനായിട്ടൊരു മടുപ്പ് തോന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.